മോർണിംഗ് ഡേയ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്നലെ വളരെ വോളറ്റൈൽ മാർക്കറ്റാണ് നമുക്കുണ്ടായിരുന്നത്. 23,400 താഴെ നിഫ്റ്റി പോയി. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് സസ്റ്റെയിൻ ചെയ്യാതെ വലിയ സെൽ ഓഫ് കണ്ടു. FIs സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ, പറയാതെ വയ്യ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ സെല്ല് FIs നടത്തിയത്, 20,000 കോടി രൂപയ്ക്ക് മുകളിൽ. ഇന്നലെയും അവർ സെല്ലേഴ്സായിരുന്നു. 3,911 കോടി രൂപയുടെ സെല്ലാണ് അവർ നടത്തിയത്. നമ്മൾ എല്ലാ ആളുകളും ഒരേപോലെ കാത്തിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തിൻ്റെ ന്യൂസാണ്. അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം വളരെ ശക്തിപ്പെടുത്തി. അതേ തുടർന്ന് ഈ അമേരിക്കയായിട്ട് നടത്തുന്ന പരോക്ഷ ചർച്ചകൾ ഇറാൻ താൽക്കാലികമായിട്ട് നിർത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കുവൈറ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. അമേരിക്കയും പല മിസൈലുകളും തടഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം തുടരുന്നുണ്ട്. ഹോർമോസ് കടലിടുക്ക് വീണ്ടും ചർച്ചയിൽ വരുന്നുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം തുടരുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇറാന് താല്പര്യം കുറഞ്ഞു വരുന്നത്. എന്നാൽ ട്രംപ് ഈ ഒരു യുദ്ധം തീരാനായിട്ട് അനുനയിപ്പിക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾ തുടരുന്നുണ്ട്. ഇതാണ് നമുക്ക് പുതിയ അവൈലബിൾ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇതിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കാനായിട്ട് തുനിയുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ ട്രംപ് പറയുന്ന പോലെ ഇന്ന് തീരും നാളെ തീരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷകൾ ഇല്ല. ഇത് തീരുന്ന മുറയ്ക്കാണ് തീരുള്ളൂ എന്നുള്ള ഒരു ഫീലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. പിന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,481, സിൽവർ 75, ബിറ്റ്കോയിൻ 71,000, ബ്രന്റ് ഓയിൽ 95 സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസ് 6% സ്പൈക്ക് ചെയ്തു. വിപ്രോയും 2% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉള്ള കാരണം ഈ ഗൂഗിളെല്ലാം തന്നെ വലിയൊരു AI ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് 60 ബില്യൺ അങ്ങനെന്തോ വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തുനിയുന്നുണ്ട്. അത് നിലവിലുള്ള IT കമ്പനീസിന് ഗുണകരമായേക്കാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഫീൽ. അതാണ് ഈ ഇൻഫോസിസ് എല്ലാം തന്നെ വലിയ ശക്തമായ രീതിയിൽ ADRൽ മുന്നേറിയിട്ടുള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ ആനന്ദ് രതിയുടെ എല്ലാം തന്നെ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജൂൺ 3-ാം തീയതിയാണ് അതിൻ്റെ എക്സ് ബോണസ് ഡേറ്റ് ഉള്ളത്. അതായത് നാളെ. ട്രെൻഡിൻ്റെയും ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എക്സ് ബോണസ് ഡേറ്റ് നാളെയാണുള്ളത്. പിന്നീട് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷനും ഒന്നും തന്നെയല്ല. നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫ്രീ വെബിനാർ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് ലിങ്കുകൾ ക്ലാസ്സിൻ്റെ ദിവസം ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ മ്യൂച്വൽ ഫണ്ട് വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അയക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. വിപ്രോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണുള്ളത്. വിപ്രോ ഒരു 20% സ്റ്റേക്ക് ഒരു അഗ്നി ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ $28 മില്യൺ കൊടുത്ത് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. NMDC കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് വന്നു. 6.9% ഇവരുടെ സെയിൽസ് കുറഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. NHPC കമ്പനി ഗവൺമെൻറ് ഇതിൽ ഒരു ഓഫർ ഫോർ സെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റേക്കുകൾ വിറ്റ് മാറുന്നതാണ് ഓഫർ ഫോർ സെയിൽ. ഇങ്ങനെ വിറ്റ് മാറുമ്പോൾ നിലവിലുള്ള ആ ഒരു പ്രൈസിൽ താഴെ വിൽക്കുമ്പോഴാണ് സ്റ്റോക്കിന് നെഗറ്റീവായിട്ട് വരുന്നത്. അത് ചെക്ക് ചെയ്യുക ഓഫേഴ്സ് പ്രൈസ് എന്താണെന്നുള്ളത്. ആനന്ദ് രതി കമ്പനി ഇവർ ഹരിയാന എൻ്റർപ്രൈസസ് ആയിട്ടൊരു പുതിയ ഒരു ഡേറ്റാ സെൻറ്ററിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. 25,000 കോടി രൂപയുടെ ഹ്യൂജ് ഒരു വർക്കാണ് ചെയ്യുന്നത്. PNC ഇൻഫ്ര ലക്നൗവിൽ നിന്നൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി RBI മിറ അസറ്റ് മ്യൂച്വൽ ഫണ്ട് ഈ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസിൻ്റെ 10% സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നത് അപ്രൂവൽ കൊടുത്തു. ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് കമ്പനി ECAI ആയിട്ടൊരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്.
സോഫ്റ്റ്ടെക് എഞ്ചിനീയേഴ്സ് കമ്പനി. ഇവർ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഒരു പുതിയൊരു ബിൽഡിങ്ങിൻ്റെ ഓർഡർ കിട്ടി. ബ്ലാക്ക് ബോക്സ് കമ്പനി. ഇവർ AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു പുതിയ കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. എയ്നിക്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടാണ്. ഇനി ഇൻഡിക്യൂബ് കമ്പനി. ഇവർ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് 52 CR ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇനി ഹീറോ മോട്ടോകോർപ്പ്. ഇവരുടെ ബിസിനസ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിരുന്നു. ബിസിനസ് 78% ഗ്ലോബൽ ബിസിനസ് ഉയർന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. പുട്ട് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. കോൾ സൈഡ് അഗ്രസീവ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പുട്ട് കോൾ റേഷ്യോയിൽ തന്നെ 0.4 എന്ന നിലയിലാണ് നിലവിലുള്ളത്. കൂടുതൽ ബീറിഷായ രീതിയിലാണ് അവർ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നിലവിലുള്ളത്. എനിവേ, വൈകിട്ട് കാണാം. മ്യൂച്വൽ ഫണ്ട് ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. താങ്ക് യു.